ആഷിക് കപൂറിന്റെ പല സിനിമകളിൽ നിന്നും ഫെഫ്ക അംഗങ്ങൾ പിൻവാങ്ങാൻ ഒരുങ്ങിയപ്പോൾ അത് പരിഹരിച്ചത് ബി ഉണ്ണികൃഷ്ണനാണെന്ന് ഫെഫ്ക ജനറൽ കൗൺസിൽ അംഗം ബെന്നി ആശംസ. ഉണ്ണികൃഷ്ണനെ കടന്നാക്രമിച്ച് കഴിഞ്ഞ ദിവസം ആഷിക് കപൂർ രംഗത്ത് വന്നിരുന്നു. ഇതിനെതിരെയാണ് ബെന്നി ആശംസ നിലപാട് വിശദീകരിക്കുന്നത്. ഗുരുതര ആരോപണങ്ങളാണ് ബെന്നി ആശംസയും ഉയർത്തുന്നത്. ഫെഫ്ക അംഗങ്ങൾക്ക് 40 ലക്ഷത്തോളം രൂപ ആഷിക് കപൂർ കൊടുക്കാനുണ്ടെന്നും ബെന്നി ആരോപിച്ചു. ആഷിക് കപൂറിനെതിരെ നടപടിയെടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഡയറക്ടേഴ്സ് യൂണിയനാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഫെഫ്കയിലെ ഭൂരിപക്ഷവും ഉണ്ണികൃഷ്ണനൊപ്പമാണെന്ന സൂചനയാണ് ബെന്നി നൽകുന്നത്. സിനിമ കോൺക്ലേവിൽ നിന്ന് ബി ഉണ്ണികൃഷ്ണനെ മാറ്റി നിർത്തണമെന്ന് എന്ത് അടിസ്ഥാനത്തിലാണ് ആഷിക് കപൂർ പറഞ്ഞതെന്ന് മനസ്സിലായില്ല. ഫെഫ്കയിൽ വിഭാഗീയതയുണ്ടെന്ന് വരുത്തി തീർക്കുകയാണ്. ആഷിക് കപൂറിനെ പോലെ കഴിവുള്ള സംവിധായകർ വരണമെന്ന് ആഗ്രഹിക്കുന്ന സംഘടനയാണ് ഫെഫ്ക. കഴിഞ്ഞ പല സിനിമകളിലായി 40 ലക്ഷത്തോളം രൂപയാണ് അദ്ദേഹം ഫെഫ്ക അംഗങ്ങൾക്ക് നൽകാനുള്ളതെന്നും അദ്ദേഹം ആരോപിച്ചു. മാക്ടയിലെ വിനയന്റെ ഏകാധിപത്യത്തിൽ പ്രതിഷേധിച്ചാണ് ഫെഫ്ക ഉണ്ടായത്. വിനയൻ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനാണ് ശ്രമിച്ചത്. അദ്ദേഹത്തിനൊപ്പം മാക്ട് പോലും ഇപ്പോഴില്ല. വിനയനോ ആഷിക് കപൂറോ എന്തെങ്കിലും വിവരക്കേട് വിളിച്ചു കൂവിയാൽ തകർന്നു പോകുന്ന സംഘടനയല്ല ഫെഫ്കയെന്നും അദ്ദേഹം വിശദീകരിച്ചു. സെറ്റുകളിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ല എന്നത് വെറുതെ പറയുന്നതാണ്. ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് ബാത്റൂം സൗകര്യങ്ങൾ നൽകുന്നുണ്ട്. ഗുരുവായൂർ അമ്പലനട സെറ്റിലുണ്ടായ വിഷയത്തിലും ഫെഫ്ക പ്രതികരിച്ചിട്ടുണ്ട്. ഫെഫ്ക അംഗങ്ങൾക്കെതിരെ ആരോപണം ഉയർന്നാൽ നടപടിയെടുക്കുമെന്നും ബെന്നി പറഞ്ഞു. ഉണ്ണികൃഷ്ണൻ നടത്തുന്നത് കാപട്യമായ പ്രവർത്തനമാണെന്ന വിമർശനമായിരുന്നു ആഷിക് കപൂർ കഴിഞ്ഞ ദിവസം ഉയർത്തിയത്. ഫെഫ്കയിലെ 21 യൂണിയനുകളും ഇത് തുറന്ന് ചർച്ച ചെയ്യണം. ഇവിടെ നടന്ന ക്രിമിനൽ ആക്ടിവിറ്റികളോടും തൊഴിൽ നിഷേധങ്ങളോടും കൂട്ടുനിന്ന ആളാണ് ബി ഉണ്ണികൃഷ്ണൻ. സർക്കാർ അത് തിരിച്ചറിയണം. മാക്ടയെ തകർത്തത് ബി ഉണ്ണികൃഷ്ണനാണെന്നും ആഷിക് കപൂർ വിമർശിച്ചിരുന്നു. ഫെഫ്ക എന്നാൽ ബി ഉണ്ണികൃഷ്ണൻ എന്നാണ് നടപ്പ് രീതി. തൊഴിലാളി സംഘടനയെ ഫ്യൂഡൽ തൊഴുത്തിൽ കെട്ടി ഒളിച്ചിരുന്ന് പ്രതിലോമ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചു. സമൂഹത്തെ അഭിമുഖീകരിക്കാൻ നട്ടലുണ്ടെങ്കിൽ പൊതുമധ്യത്തിൽ പ്രതികരിക്കട്ടെ. അയാളുടെ വാക്കുകൾ മുഖവിലക്കെടുക്കരുത്. ഉണ്ണികൃഷ്ണനെ ചലച്ചിത്ര നയ രൂപീകരണ സമിതിയിൽ നിന്ന് മാറ്റണം. ബി ഉണ്ണികൃഷ്ണൻ ഇല്ലെങ്കിൽ തൊഴിലാളികളുടെ കാര്യങ്ങൾ ഇവിടെ നടക്കും. കേരളം പരിഷ്കൃത സമൂഹമാണ്. ഫെഫ്കയുടേതെന്ന രീതിയിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് യൂണിയന്റെ നിലപാടല്ലെന്നും ആഷിക് കപൂർ പറഞ്ഞിരുന്നു. അതേസമയം ഉണ്ണികൃഷ്ണനെ സിനിമാ നയ രൂപീകരണ സമിതിയിൽ അംഗമായി നിയമിച്ചതിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയന് സംവിധായകൻ വിനയനും നേരത്തെ കത്തയച്ച് രംഗത്ത് വന്നിരുന്നു. തൊഴിൽ നിഷേധം നടത്തിയെന്ന കുറ്റത്തിന് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ശിക്ഷിക്കുകയും സുപ്രീം കോടതി അത് ശരിവെക്കുകയും ചെയ്ത ഉണ്ണികൃഷ്ണനെ സമിതിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് വിനയൻ കത്തിലൂടെ ആവശ്യപ്പെട്ടിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇത് സൂചിപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കത്തിലൂടെ പറഞ്ഞു. നീതിപരമല്ലാത്ത നിഷ്പക്ഷതയില്ലാത്ത പ്രവർത്തനം നടത്തിയ ഒരു വ്യക്തി നയരൂപീകരണത്തിൽ ഇരുന്നാൽ എന്തായിരിക്കും ഉണ്ടാകുകയെന്നും വിനയൻ ചോദിച്ചു. ബി ഉണ്ണികൃഷ്ണനെ പോലുള്ളവർ നേതൃത്വത്തിൽ വരികയാണെങ്കിൽ തങ്ങളെപ്പോലെ ചെറിയ വിമർശനങ്ങൾ ഉന്നയിക്കുകയും കാര്യങ്ങൾ തുറന്നു പറയുകയും ചെയ്യുന്ന ആളുകളുടെ അവസ്ഥ എന്താകുമെന്നും വിനയൻ ചോദിച്ചിരുന്നു. റിപ്പോർട്ടിനോടായിരുന്നു വിനയന്റെ പ്രതികരണം. കോമ്പറ്റീഷൻ കമ്മീഷൻ ശിക്ഷ ശരിവെച്ചുകൊണ്ട് സുപ്രീം കോടതി 2020 ഇറക്കിയ വിധിന്യായത്തിന്റെ പകർപ്പ് ഞാൻ മുഖ്യമന്ത്രിക്ക് അയച്ചിട്ടുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ 137 മുതൽ 141 വരെ പേജുകളിൽ ഇത് വളരെ കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട്. എന്നെ 12 വർഷത്തോളം സിനിമ ചെയ്യാൻ അനുവദിക്കാതെ വിലക്കിയ എൻ്റെ ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഫെഫ്കയ്ക്കും ജനറൽ സെക്രട്ടറി ഫൈൻ അടയ്ക്കേണ്ടി വന്നു. നീതിപരമല്ലാത്ത നിഷ്പക്ഷതയില്ലാത്ത പ്രവർത്തനം നടത്തിയ ഒരു വ്യക്തി നയരൂപീകരണത്തിലിരുന്നാൽ എന്തായിരിക്കും ഉണ്ടാകുക? അത് ഞാൻ ചൂണ്ടിക്കാട്ടിയെന്നും വിനയൻ പറഞ്ഞു. 2020 സുപ്രീം കോടതി വിധി വന്നപ്പോൾ തന്നെ സർക്കാർ തൊഴിൽ നിഷേധനത്തിനെതിരെ നടപടിയെടുക്കേണ്ടതായിരുന്നുവെന്നും അന്ന് സർക്കാർ വിളിച്ചു ചോദിച്ചില്ലെന്നും വിനയൻ പറഞ്ഞു. വലിയ സംഘടനയായ അമ്മയ്ക്കും ഫെഫ്കയ്ക്കും വലിയ തുക ഫൈൻ വന്ന കേസാണിത്. ആരും അന്വേഷിച്ചില്ലെന്നും വിനയൻ പറഞ്ഞിരുന്നു.